നമസ്തേ. ഉത്രാടൻ, നാലാം പാദം, തിരുവോണാവട്ടം, ഇത്രയുമാണ് മകരക്കൂറിലുള്ളത്. 10 വയസ്സ് വരെയുള്ള ഈ 3 പേരുടെയും ഏത് പ്രശ്നങ്ങൾക്കും ഗുണഗണങ്ങൾ കിട്ടുന്ന രക്ഷിതാക്കൾക്കാണ്. അതിനുശേഷം വേറെ 10ആയാലും 15ആയാലും 30ആയാലും 50ആയാലും പ്രായങ്ങൾ വെച്ച് നോക്കുമ്പോൾ എല്ലാവരുടെയും ഗുണഗണങ്ങൾ ഒന്നല്ലല്ലോ. ഇവർ പണ്ട് കഷ്ടനഷ്ടങ്ങൾ സഹിച്ച പലരും ഉണ്ടായിരിക്കാം. അവർക്ക് ഇനി അങ്ങോട്ട് പച്ചപ്പൊടിയാണ്. കാരണം 7ലാണ് അവരുടെ വ്യാഴം നിൽക്കുന്നത്. 7ലെ വ്യാഴം എന്ന് പറഞ്ഞ് മാത്രം കടന്നു പോകാൻ കഴിയില്ല. ഉത്രാടം 4ആം പാദക്കാർക്ക് വ്യാഴം ഉച്ചനിലാണ്. വ്യാഴൻ്റെ എല്ലാ ക്ഷേത്രങ്ങൾക്കും ഉച്ചനുണ്ട്. വ്യാഴൻ്റെ ഉച്ചക്ഷേത്രം കർക്കിടകമാണ്. ഉച്ചനിൽ നിൽക്കുന്ന വ്യാഴം പരീക്ഷാവിജയം, ഉന്നതമായ മാർക്ക്, റാങ്ക്, ഉപേക്ഷിച്ചിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള അപ്പോയിൻമെൻ്റ് ഓർഡർ, ഹൃദയബന്ധമുള്ളവരുടെ വിവാഹം, പലതവണ ദൂരയാത്ര ജോലി ശ്രമിച്ച് നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് ആ നാടുകളിൽ നിന്നും മെമ്മോ വരിക, വിസ കിട്ടുക, ഗംഭീരമായ ഭാവിയിലേക്ക് പോവുക, പ്രകാരമുള്ള ഒരു ഉയർച്ച ഉത്രാടം 4ആം പാദങ്ങൾക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മികച്ച വിവാഹബന്ധങ്ങൾ വന്ന് തെറ്റിപ്പിരിഞ്ഞ് പോയത് കാണും. ആ യുവതിയും യുവാവും വിവാഹിതരല്ല എന്ന് പിന്നീട് അറിയുമ്പോൾ അവർക്ക് ഒന്നിച്ചു വരാനുള്ള ദൈവികമായ സന്ദർഭം ഇപ്പോൾ വ്യാഴം അവർക്ക് നൽകുന്നതാണ്. ഏതു തരത്തിലായാലും, വീട് വയ്ക്കുന്നതിനായാലും, മോടി പിടിപ്പിക്കുന്നതിനായാലും, വീട് വെച്ച് വിൽക്കുന്നതിനായാലും അവർക്ക് ലാഭകരമാണ്. മക്കളുടെ വിവാഹം, ജോലിയുള്ളവർ ട്രാൻസ്ഫർ, തടഞ്ഞു വച്ചിരുന്ന ശമ്പളം കിട്ടുക, അരിയേഴ്സ് കിട്ടുക മുതലായ എല്ലാ രംഗങ്ങളിലും ഉത്രാടം 4ആം പാദങ്ങൾക്ക് ഗുണമാണ്. അവർ ദൈവവിശ്വാസികളാണ്. അടുത്തത് തിരുവോണമാണ്. തിരുവോണത്തെപ്പറ്റി പറയുമ്പോൾ ഉത്രാടത്തിനും തിരുവോണത്തിനും ഇടയ്ക്ക് കുറച്ച് സമയം, ചില പണ്ഡിതന്മാർ 1 മണിക്കൂർ എന്ന് പറയുന്നു, ചിലർ അരമണിക്കൂർ എന്ന് പറയുന്നു. ഉത്രാടത്തിനും തിരുവോണത്തിനും മധ്യയുള്ള ഒരു കുറച്ച് സമയമെന്ന് ഞാൻ പറയുന്നു. സമയം അഭിജിത്ത് എന്ന് പറയുന്ന ഒരു നക്ഷത്രത്തിൻ്റെ ഇടമാണ്. ആ ഇടം അഭിജിത്ത് തന്നെയാണ് ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അഭിജിത്ത് മുഹൂർത്തം എന്ന് പറഞ്ഞാൽ എല്ലാം ശോഭനമായി തന്നെ കടന്നു പോകുമെന്നും സർവ്വവിധമായ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് 1 സെക്കൻഡ് കൊണ്ട് മാറിപ്പോകുമെന്നും അതിനെപ്പറ്റി പറയുന്നുണ്ട്. അഭിജിത്ത് ഒരു നക്ഷത്രമായി കാണുന്ന സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. തള്ളിക്കളയാനാകില്ല. 360 ഡിഗ്രി തികയുന്ന അനുമാനത്തിൽ എത്തിച്ചേരുന്നതാണ്. പ്രകാരം 28 നക്ഷത്രം പറയുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് തിരുവോണത്തെ പറ്റിയാണ്. തിരുവോണക്കാർ വിദ്യാഭ്യാസം ഉള്ളവരായാലും അല്ലാത്തവരായാലും അവർക്ക് എപ്പോഴും ഒരു 10% കൂടുതൽ അവർ ഭാവനാ ലോകത്ത് ജീവിക്കുന്നവരാണ്. അതിൽ പഠിച്ചവർക്ക് അതിൻ്റേതായ മേന്മയും പഠിക്കാത്തവർക്ക് അതിൻ്റേതായ ഗംഭീരമായ മേന്മയും ലഭിക്കുന്നതാണ്. പല തന്ത്രപരമായി നീങ്ങാൻ എല്ലാ ബുദ്ധിവൈഭവവും ഉള്ളവരാണ് ഈ തിരുവോണക്കാർ. അവർ കാഴ്ചയിലും ഒരു 80% ആളുകൾ സൗന്ദര്യത്തിൻ്റെ ആളുകളാണ്. അവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നവർക്ക്, എടുത്തു പറയുന്നത് എന്താണ് വിദ്യാഭ്യാസം കിട്ടുന്നവർക്ക് ഒന്നിൽ കൂടുതൽ ജോലി വരുമാനം കിട്ടുന്നവരാണ്. വിദേശവാസമുള്ളവരാണ്. വിദേശവാസം പറഞ്ഞാൽ ഉടനെ ഗൾഫിൽ പോകണം, ജപ്പാനിൽ പോകണം, റഷ്യയിൽ പോകണം, അമേരിക്കയിൽ പോകണം എന്ന് മാത്രമല്ലല്ലോ. നമ്മുടെ രാജ്യത്ത് തന്നെ മറ്റിടങ്ങളിൽ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ അവിടെ ചെന്ന് പേരെടുക്കാനും വല്ലാത്ത വൈഭവമുള്ളവരാണ്. വലിയ വൈഭവമുള്ള ആളുകളാണ്. തന്ത്രശാലികളാണ്. ആരോഗ്യവും സൗന്ദര്യവും സൂക്ഷിക്കുന്നവരാണ്. എല്ലാ കാര്യവും ഒന്നിൽ കൂടുതൽ വേണമെന്ന് ശഠിക്കുന്നവരാണ്. ചില കാര്യങ്ങൾ അത് ചെയ്യേണ്ടതായി വന്നിരിക്കാം. മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ്. നേതാക്കളാണ്. കഥാകൃത്തുക്കളാണ്. അവരെപ്പറ്റി പറഞ്ഞാൽ ധാരാളം പറയുന്നുണ്ട്. പലരും അവരെപ്പറ്റി മോശമായ ചില കാര്യങ്ങളാണ് പറഞ്ഞ് പരത്തുന്നതല്ല. വിഷ്ണുവിൻ്റെ നക്ഷത്രമാണവർ. ഗംഭീരമായ മറ്റുള്ളവർക്ക് വഴികാട്ടിയാണ്. അവാർഡ് വാങ്ങുന്ന അധ്യാപകർ, പൂജാരിമാർ, ഗണിതശാസ്ത്രജ്ഞന്മാർ ഒക്കെ ഈ തിരുവോണ നക്ഷത്രത്തിൽ ഉള്ളവരാണ് എന്ന് നിസ്സംശയം പറയാം. അവർക്ക് സർവ്വവിധ മേന്മകളും ഉണ്ടാകും. കാരണം അവർ മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നവരെയാണ് ശനിദേവന് ഏറ്റവും ഇഷ്ടം. അത് ശനിക്ഷേത്രമാണ് മകരം. ശോഭനമായ ഒരു ഭാവി അവർക്കുണ്ട്. ലോൺ അപേക്ഷിച്ച് നിരാശരായിരിക്കുന്നവർക്ക്
ഉടൻ തന്നെ അത് കിട്ടുന്നതാണ്. വ്യാഴദേവൻ അത് വാങ്ങി കൊടുക്കുന്നതാണ് ഉടൻ തന്നെ. വ്യാഴം ഏഴിലാണ് അത്. തിരിഞ്ഞു നോക്കണ്ട, കഠിനാധ്വാനികൾക്ക് വമ്പിച്ച ലോട്ടറി ഫലം വരെ കിട്ടാൻ സാധ്യതയുണ്ട്, സംശയമില്ല. അടുത്തത് അവിട്ടമാണ്. സൗഭാഗ്യത്തിന്റെ നിലവറയിൽ എഴുന്നേറ്റിരിക്കുകയാണ് ആ ഒന്നും രണ്ടും പാദത്തിലുള്ളവർ. അവരുടെ ഒന്നും രണ്ടും പാദം നിലയുറപ്പിച്ചിരിക്കുന്നത് മകരത്തിലാണ്. അപ്പോൾ അവർക്ക് ഉള്ള ഒരു പ്രധാന കാര്യം, അവരെല്ലാം എപ്പോഴും ആവശ്യം നടത്തിക്കൊടുക്കാൻ കഴിവുള്ളവർ അടുത്തുണ്ടെങ്കിൽ പോലും അവർ തുറന്ന് പറയാറില്ല. തുറന്ന് പറഞ്ഞ് നടന്നില്ലെങ്കിലോ എന്ന് ചിന്തിക്കുന്നത് പോലും പറയാറില്ല. പിന്നീട് അവർ പൊട്ടിത്തെറിക്കും. പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് തന്നെ പറയണം, ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാം, ജയിക്കാം, ആരെയും കാലുപിടിക്കണ്ടല്ലോ എന്ന് കരുതുന്ന ആ ചിന്താഗതി മോഡേൺ ലൈഫിൽ അവർ മാറ്റിവെക്കുന്നതാണ് നല്ലത്. അവരുടെ ബാല്യകാലത്തിലായാലും പൗമാരം, യൗവനം, വാർദ്ധക്യകാലത്തിലായാലും അവരൊരിക്കലും നിരാശാജനകമായ മനസ്സിൻ്റെ ഉടമകളല്ല. ആവശ്യമില്ലാതെ മറ്റുള്ളവരെ സഹായിച്ച് അവർക്ക് വലിയ സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത് പാത്രമറിഞ്ഞ് ഭിക്ഷയെടുക്കുക എന്നൊരു ശക്തമായ അർത്ഥസമ്പുഷ്ടമായ ഒരു ശൈലി ഉണ്ടല്ലോ, അത് അവർ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വെറുതെ പോകുന്ന ഒരാൾ അതുപോലെ തന്നെ വെറുതെ ഒരു കാര്യം ചോദിച്ചാൽ ഉടനെ ചെയ്തു കൊടുക്കാൻ സഹായിക്കാൻ തയ്യാറാവുന്നത് ബുദ്ധിമോശമാണ്. ആ ബുദ്ധിമോശം മൂലം അവർക്ക് ഒരുപാട് കഷ്ടതകൾ ഉണ്ടായിട്ടുണ്ട്. അതും ഇപ്പോൾ മാറുകയാണ്. അവരുടെ അനുഭവം ഗുരു അവർ പലതിൽ നിന്നും പാഠം പഠിച്ചിരിക്കുകയാണ്. ജോലിയൊന്നും വേണ്ട, ഡിഗ്രി ഉണ്ടെങ്കിലും ജോലിയൊന്നും വേണ്ട എന്ന് കരുതി വീട്ടിലിരുന്നവർക്ക് പോലും എംപ്ലോയ്മെൻറ്റ് വഴിയെങ്കിലും 40 വയസ്സായാലും ജോലി ലഭിക്കുന്ന കണ്ടീഷനാണ്. നല്ല ഫ്യൂച്ചർ അവരെ കാത്തിരിക്കുകയാണ്. ഒട്ടും തന്നെ പിന്നോട്ട് നോക്കി സങ്കടപ്പെടുന്നവരല്ല അവർ. സങ്കടപ്പെടേണ്ട കാര്യം അവർക്കില്ല. ഇപ്പോൾ ഇത് ആവർത്തിച്ച് പറയുന്നത്, അവരുടെ വ്യാഴവും ഏഴിലാണ്. സമ്പന്നമായ ഒരു ഭാവി അവർക്ക് മുന്നിലുണ്ട്. ഹൃദയബന്ധത്തിലുള്ളവർക്ക് 100% പച്ചക്കൊടിയാണ്. അവർക്ക് രക്ഷപ്പെടാം, സാമ്പത്തിക ലാഭം ഉണ്ടാകാം, ചിട്ടി ലോട്ടറി പ്രതീക്ഷിക്കാം. വെച്ചോളൂ, അവിടക്കാർക്ക് ചിട്ടി ലോട്ടറി പ്രതീക്ഷിക്കാം. അതായത് അപ്രതീക്ഷിതമായ വിജയം. നാളെ കിട്ടും എന്ന്, മറ്റന്നാൾ കിട്ടും എന്നല്ല, വ്യാഴൻ്റെ കാലാവധിക്കുള്ളിൽ വമ്പിച്ച വിജയം നിങ്ങളെ കാത്തിരിക്കുകയാണ്. റാങ്ക് ഹോൾഡേഴ്സ് ആകാം, പഠിക്കുന്നവർ ജോലി പഠിച്ചതിനനുസരിച്ചുള്ള ജോലി ലഭിക്കും, പ്രൊമോഷൻ ലഭിക്കും, വസ്തു വാങ്ങും, സ്വന്തമായ വീട് വയ്ക്കും, ഭവനം ചമയ്ക്കും. സംശയം വേണ്ട. എല്ലാ നിലയിലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒന്നാന്തരം ഭാവിയാണ്. സന്തോഷമുണ്ടാവട്ടെ.